വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടന്റ് വ്യത്യസ്തമായിരിക്കും എപ്പോഴും എന്നെന്നും. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഹബീബ് നൂർമാഗോമേദോവ് ദ ഈഗിൾ എന്ന ഫൈറ്ററിനെ നമ്മൾ അറിയും. പക്ഷേ ഹബീബ് എന്ന ബിസിനസ്മാനെ എത്ര പേർക്കറിയാം? അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ദാഗിസ്ഥാനിലെ കുഗ്രാമമായിട്ടുള്ള മലനിരകളിൽ നിന്നും ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ് ലീഡർ ആയിരിക്കുകയാണ് ഹബീബ്. എത്ര പേർക്കറിയാം? അപ്പോൾ ആ യാത്രയെക്കുറിച്ച് ചെറിയൊരു വിവരണം. ഒരുപാട് നമ്മൾ വലിച്ചു നീട്ടത്തില്ല, കാരണം അത് ബോറായിരിക്കും. അപ്പോൾ എന്തായാലും ഹബീബ് ഫൈറ്റ് ചെയ്യുന്ന സമയം മുതലേ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബിൻ്റെ ആ ഒരു തൊപ്പിയാണ്, വിഗ് പോലത്തെ ഒരു വെളുത്ത കളർ സുന്ദരമായിട്ടുള്ള തൊപ്പി. അതിന് അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് പപഖ എന്നാണ്, പപഖ. അപ്പോൾ അത് ഹബീബ് അന്നേ ചിന്തിച്ചിരുന്നു. ആ ക്രിയേറ്റിവിറ്റി, ദാഗിസ്ഥാനിലെ ഒരു കൾച്ചറൽ സംഭവം അദ്ദേഹം ഇവിടെ UFC ലോകത്തിന് മുമ്പ് അവതരിപ്പിച്ചു. അതൊരു നല്ല ഐഡിയയായിരുന്നു. ഞാൻ പറയാൻ കാരണം പലവരും അത് ചിന്തിക്കുന്നില്ല. അവരവരുടെ നാട്ടിലെ കൾച്ചറൽ സംഭവം എടുത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് പലവർക്കും ഒരു നാണക്കേട് പോലെയാണ്, ഇല്ലേ? അവർ അമേരിക്കയിലെത്തി അമേരിക്കക്കാരനായി മാറും, അമേരിക്കക്കാരിയായി മാറും. പക്ഷേ ഹബീബ് അവിടെ വേറിട്ട് ചിന്തിച്ചു. ദാഗിസ്ഥാനിലെ മലനിരകളിലെ ആട്ടിടയന്മാർ യൂസ് ചെയ്യുന്ന, തണുപ്പിനെതിരെ യൂസ് ചെയ്യുന്ന ഒരു കൾച്ചറൽ സംഭവമാണ്. അത് ഹബീബ് അതേപോലെ ഇവിടെ യൂസ് ചെയ്തപ്പോൾ അത് വർക്കൗട്ടായെന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്കായി. ആ സാധനം വെച്ചുകൊണ്ടാണ് പുള്ളി കോണർ മെഗ്രഗർ ഫൈറ്റിൽ ഫേസ് ഓഫിനും എല്ലാം ഇത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയ ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് മുതലേ ഹബീബിൻ്റെ ഒരു ക്രിയേറ്റീവ് ഇതുണ്ട്. കോണർ മെഗ്രഗറിനെ പോലെ തന്നെ അതീവ ബുദ്ധിമാനാണ് ഹബീബ്. ആ ഫൈറ്റിലേക്ക് നമുക്കത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കോണർ മെഗ്രഗർ ഫൈറ്റ് നടന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. UFC മാത്രമല്ല, MMA ചരിത്രത്തിൽ ഏറ്റവും വലിയ മണി ഗ്രോസിംഗ് ഫൈറ്റായിട്ടും അത് മാറി. ഒറ്റ രാത്രി കൊണ്ട് ഹബീബ് ലോകമെമ്പാടും അറിയപ്പെട്ടു. ഈവൻ കോണർ മെഗ്രഗർ അതിനു മുമ്പേ അറിയപ്പെട്ടു. ഹബീബ് ആദ്യത്തെ മുസ്ലിം ചാമ്പ്യനാണ് MMA, അതായത് UFC. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒറ്റ രാത്രി കൊണ്ട് ഹബീബ് ദാഗിസ്ഥാനിലും റഷ്യയിലും മോസ്കോയിലും മാത്രമല്ല, ലോകമെമ്പാടും എസ്പെഷ്യലി മുസ്ലിം രാജ്യങ്ങളിൽ ഹബീബ് ഭയങ്കര പോപ്പുലറായി. സ്വാഭാവികം, അങ്ങനെയാണല്ലോ. നമ്മളൊരു ചാമ്പ്യൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പോസ്റ്റർ ബോയ് ആയി മാറുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഹബീബിൻ്റെ ബിസിനസ് യാത്ര. പിന്നീട് അങ്ങോട്ട് ഹബീബിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഉദാഹരണത്തിന് ഫൈറ്റ് ഗെയിം തന്നെ എടുക്കുകയാണെങ്കിൽ, ആ ഒരു ഡസ്റ്റിൻ പോറിയർ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഹബീബിന് ഓഫർ ചെയ്യപ്പെട്ടത് $6 million. അപ്പോൾ പിന്നീട് ഹബീബിൻ്റെ ഫാദർ മരിച്ചുവല്ലോ, എക്സ്പയർഡായി, അബ്ദുൾ മനാബ്. അതിനുശേഷം ഹബീബിൻ്റെ ഡ്രൈവ് നഷ്ടപ്പെട്ടു. അത് സ്വാഭാവികമാണ്. പലവരും ഇരുന്ന് കളിയാക്കും, അതെന്താ അങ്ങനെ പോയത്, ഓടിപ്പോയി എന്നൊക്കെ പറയും. പക്ഷേ ഇത് മറ്റ് സ്പോർട്സ് പോലെയല്ല. ഫൈറ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഡ്രൈവ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും മറ്റ് സ്പോർട്സിലൊക്കെ പോയി പങ്കെടുക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, റിട്ടയർഡ് ആയതിനു ശേഷവും ഡാന വൈറ്റ് ഹബീബിന് പ്രലോഭിപ്പിച്ചിരുന്നു ഫൈറ്റിൽ തിരിച്ചു വരാനായിട്ടും. എത്ര ഓഫർ ചെയ്തെന്നറിയാമോ? $100 million. പക്ഷേ അത് ഹബീബ് അപ്പോഴത്തേനും ഫാമിലി മാറ്റേഴ്സ് കാരണം ഹബീബിന് പോകാൻ പറ്റിയിട്ടില്ല. ഹബീബ് അത് വേണ്ടാന്ന് വെച്ചു. $100 million ഫൈറ്റിലേക്ക് തിരിച്ചു വരാനായിട്ട് യൂസ് ചെയ്തത്. $6 million നിന്ന് $100 million. അതൊരു ഹബീബ് പോയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വല്ലാത്തൊരു ഇതാണ്, സംഭവമാണ്. വളരെ യങ് ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഡാന വൈറ്റ് അവകാശപ്പെടുന്നത് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ആ സമയത്തിനുള്ളിൽ ഹബീബ് വലിയൊരു ബിസിനസ് മുതലാളിയായിരുന്നു. അതും റീസൺ ആയിരിക്കാം. അതായത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, പുള്ളിയുടെ മദറും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇത്രയും വലിയ ഇനി ബിസിനസ്സൊക്കെ ആയില്ലേ, ഇനി അത് നോക്കി നടത്തിക്കൂടെ. അതും ഒരു റീസൺ ആയിരിക്കാം എന്ന് ഡാന വൈറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അത് സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ബിസിനസ് ഡീൽസ്, കോണർ ഫൈറ്റിന് ശേഷം ഒരുപാട് ബിസിനസ് ഡീൽസ് ഹബീബിന് വന്നിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. കാരണം നോട്ട് ചെയ്ത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ബ്രാൻഡ്സുമായിട്ട് ഹബീബ് കണക്റ്റഡ് ആണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ബ്രാൻഡുകളുണ്ട്. എല്ലാം കൂടെ ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം പോപ്പുലറായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഹബീബിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അതൊരു വലിയ ബിസിനസ് സ്രോതസ്സാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ടൺ കണക്കിന് ബിസിനസ് ഡീൽസാണ് അതിലൂടെ കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇൻസ്റ്റാ ഫോളോവേഴ്സ് അറിയാമല്ലോ. ആ കോർണർ ഫൈറ്റിന് ശേഷം അത് ഷൂട്ടപ്പായി കംപ്ലീറ്റ്ലി. പിന്നെ പുള്ളിയുടെ ഏറ്റവും ആദ്യത്തെ 2 ബിസിനസ് ഡീൽസ് എന്ന് പറഞ്ഞാൽ ഈഗിൾ മൊബൈൽ, മനോഹരമായിട്ടുള്ള പേര് പുള്ളിയുടെ വട്ടപ്പേര് തന്നെ കൊടുത്തു. ഈഗിൾ മൊബൈൽ നെറ്റ്വർക്കാണ്. ആൻഡ് ഗൊറില്ല ബ്രാൻഡുമായിട്ട് പുള്ളിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായി. അത് വേറൊരു ബ്രാൻഡായിരുന്നു. അപ്പോൾ ഗൊറില്ല ബ്രാൻഡ് അന്ന് ഒരു FC ഫൈറ്റിംഗ് കമ്പനി നടത്തുമായിരുന്നു. അതിൽ നിന്ന് ഹബീബ് കുറേയധികം ക്യാഷ് എറിഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അക്വയർ ചെയ്തിട്ട് അതിന് ഈഗിൾ FC എന്നാക്കി മാറ്റി. ഗൊറില്ല FC ഈഗിൾ FC എന്നാക്കി മാറ്റി. അപ്പോൾ അവിടെയും ഹബീബിൻ്റെ ഒരു സ്മാർട്ട്നെസ്, ബുദ്ധി, സാമർഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം സാധാരണ ഒരു ഫൈറ്റിംഗ് കമ്പനി ഉണ്ടാക്കുമ്പോൾ ഉടനെ ഡാന വൈറ്റിനെ ഇഷ്ടപ്പെടത്തില്ല. ഡാന വൈറ്റിൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. പക്ഷേ അന്ന് മുതൽക്കേ തന്നെ പുള്ളി ഡാന വൈറ്റുമായിട്ട് വളരെ ക്ലോസ് ആണ്, ലോയലാണ്. പുള്ളി ഈഗിൾ FC ലോഞ്ച് ചെയ്തതിന് ശേഷം പുള്ളി അവകാശപ്പെട്ടത് ഈ ഈഗിൾ FC എന്ന് പറയുന്നത് ഇത് UFC-യിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്, ഒരു പാതയാണ്. ചവിട്ടുപടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് UFC-യിൽ എത്താം. അപ്പോൾ അത് ഡാന വൈറ്റിനെ സുഖിപ്പിക്കുന്ന രീതിയിലാണത്. അന്ന് മുതലേ പുള്ളി ഡാനയുമായിട്ട് വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് ഡാനയും തിരിച്ച് വളരെ ക്ലോസ് ആണ് ഹബീബുമായിട്ട്. ഇപ്പോഴും ഈവൻ ഡാനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോൺ ജോൺസിനെ പോലും ഒരു കാലത്ത് പുള്ളി തള്ളി പറഞ്ഞിട്ടുണ്ട്, അന്ന് കോൺട്രവേഴ്സിയൊക്കെ നിൽക്കുന്ന സമയത്ത് ജോൺസിൻ്റെ. പക്ഷേ ഹബീബിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഡാന വൈറ്റ് ഒരിക്കലും ഹബീബിനെതിരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പുള്ളി മക്കാശിയുമായിട്ടും ആ ടീമുമായിട്ട് വളരെ ക്ലോസ് ആണ് ഡാന. അതാണ് ഹബീബിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇപ്പോഴും ഇല്യ മറ്റൊരു വെയ്റ്റ് ക്ലാസ്സിൽ നിന്ന് ബെൽറ്റ് വെക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോഴും മക്കാശേവ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ഡാനയ്ക്ക് ഹാർഡായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആ റിലേഷനാണ്. ആൻഡ് ഒരു കണക്കിന് മക്കാശേവിനെയും ടീമിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അത് പേടിച്ചോട്ടമോ ഒന്നുമല്ല, ബിസിനസ്, ദാറ്റ് ഈസ് ബിസിനസ്. അപ്പോൾ ഹബീബ് ഒരു ബുദ്ധിമാനായ ഫൈറ്ററിനുപരി ഒരു വളരെ ബുദ്ധിമാനായിട്ടുള്ള ബിസിനസ് മാനുമാണ്. ഇത് ഹബീബ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി. പുള്ളി ഒരു നല്ല ഫൈറ്ററാണെന്ന് പുള്ളി പണ്ട് മുതലേ അറിയാമായിരുന്നു. പക്ഷേ പുള്ളി ഒരു നല്ല ബിസിനസ് മാനാണെന്നുള്ളത് പുള്ളി പിന്നീട് തിരിച്ചറിഞ്ഞു. കാരണം ഒരുപാട് ആളുകളുമായി ഡീൽ ചെയ്യുന്നു, സംസാരിക്കുന്നു, അതിനുള്ള സാമർത്ഥ്യം പുള്ളിക്കുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കി. അതും നമ്മൾ മനസ്സിലാക്കണം. ഈസ് എൻ ഓൾറൗണ്ടർ. അപ്പോൾ അങ്ങനെ ഈഗിൾ FC ആൻഡ് ഈഗിൾ മൊബൈൽ ഇതായിരുന്നു. പിന്നെ ഈഗിൾ MMA. ആ ഒരു നിങ്ങൾ യൂട്യൂബേഴ്സ്, ട്രാവൽ യൂട്യൂബേഴ്സിനെ നോക്കിയാൽ മതി. ഒരുപാട് യൂട്യൂബേഴ്സ് ഇന്ത്യയിൽ നിന്ന് പോലും ദാഗിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മുക്കിലും മൂലയിലെ MMA ഇപ്പോൾ തഴച്ചു വളരുന്നുണ്ട്, കാരണം ഹബീബിന് ശേഷം. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ ഹബീബിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്, ഹബീബിൻ്റെ ഫാദറിനെയും. ആ ഒരു അവിടുത്തെ MMA ക്ലബ്സ് ഏതെങ്കിലും ഒരു കണക്കിൽ ഹബീബിൻ്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടായിരിക്കും അതിനകത്ത്, ദാഗിസ്ഥാനിൽ. ഓക്കെ. പിന്നെ ഈ കോണോർ ഫൈറ്റിന് ശേഷം, പുള്ളി ചാമ്പ്യൻ ആയതിനു ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ പുള്ളിക്ക് സ്പെഷ്യൽ അപ്പിയറൻസിന് വിളിക്കുള്ളൂ, ഗസ്റ്റായിട്ടൊക്കെ വിളിക്കും. അപ്പോൾ അതിന് പുള്ളിക്ക് ഫീസുണ്ട്. ഇനി ഇതല്ലാതെ ഹബീബിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഹബീബിൻ്റെ ഗ്രാപ്ലിങ്ങും മറ്റും പഠിക്കാനായിട്ട് ഒരുപാട് പേര് ക്ഷണിക്കും. അതിനും പുള്ളിക്ക് ഫീസുണ്ട്, അതിനും പുള്ളിക്ക് ക്യാഷ്, എനോർമസ് മണിയാണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരുപാട് ബ്രാൻഡുമായിട്ട് ഇൻസ്റ്റൻ്റ്ലി പുള്ളിക്ക് ടൈ അപ്പ്. അതെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ ബോയ് ആയിക്കഴിഞ്ഞാൽ, പോപ്പുലർ ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, പരസ്യങ്ങൾ കിട്ടും. അതിപ്പോൾ ക്രിക്കറ്റേഴ്സിനെയും ഫുട്ബോളേഴ്സിനെയൊക്കെ നമ്മൾ കാണുന്നില്ല. അതുപോലെ ഹബീബിനും കിട്ടി. അപ്പോൾ അത് കുറച്ച് വിരലെണ്ണാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒരുപാടുണ്ട്, ഒരുപാട് ബ്രാൻഡുകൾ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഒരുപാട് ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഹബീബ്. ഇതിനെല്ലാം മണിയുണ്ട്. ഇരുന്ന ഇരിപ്പിന് ക്യാഷ് ഇങ്ങനെ വർഷിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നില്ലേ, അതുപോലെ. ഉദാഹരണത്തിന് ഗൊറില്ല ഞാൻ പറഞ്ഞു, ടൊയോട്ട ആൻഡ് അൽ ഹദായ, അതൊരു ഓയിൽ കമ്പനിയാണ്, അൽ ഹദായ. പിന്നെ GMT ടോക്കൺ, കൂഗു എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂട്ടർ കമ്പനി. പിന്നെ ജേക്കബ് ആൻഡ് കോ വാച്ച് കമ്പനി. അപ്പോൾ ഒക്ടസോൺ ആപ്പ്. അപ്പോൾ ഇതുപോലെ ഒരുപാട്. പിന്നെ നിപ്പിന് അവിടെ കോണർ മെഗ്രഗർ പ്രോപ്പർ 12 ഇറക്കിയപ്പോൾ ഹബീബ് ഇവിടെ ഒരു ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അങ്ങനെ ഇറക്കി. അതെന്ന് പറഞ്ഞാൽ വെള്ളമാണ്, ശുദ്ധജലമാണ്. കോണർ മെഗ്രഗറിൻ്റെ വെള്ളമല്ല, ഇത് ശുദ്ധജലമാണ്. അത് ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം ക്ഷീണിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇച്ചിരി മിനറൽ, മറ്റേ സ്പെഷ്യൽ ഗുണങ്ങളുള്ള വെള്ളം എന്ന് ബ്രാൻഡ്. ഇതെല്ലാം ബ്രാൻഡിങ് ആണല്ലോ എന്ന് ഹബീബ് ഉടനെ ഇറക്കി. പിന്നെ ഇത് കൂടാതെ തന്നെ ഹബീബ് മറ്റ് സ്പോർട്സിലുമുണ്ട്.
അറിയാമല്ലോ ഹബീബിൻ്റെ ഒരു ക്രേസ് ഉണ്ട്, ഫുട്ബോൾ ഭയങ്കര ക്രേസാണ് ഹബീബിന്. അപ്പോൾ ഹബീബ് ദുബായിലും അബുദാബിയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഫുട്ബോൾ ടാലൻ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അക്കാഡമി സ്പോൺസർ ചെയ്യുകയും തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പുള്ളിക്കൊരിത്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ശൃംഖലയുണ്ട്, അതായത് ചെയിൻസ് കഴിക്കുന്ന. അപ്പോൾ അവിടെയാണ് പുള്ളിയുടെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ പപ്പാഖ എന്ന് പറയുന്ന സംഭവം, പുള്ളി ആ പേരിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൊടുത്തു. ഹബീബിൻ്റെ വിഗിൻ്റെ പേരിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ദാഗിസ്ഥാൻ സിറ്റിയിൽ തുടങ്ങി. അവിടെ ചെല്ലുന്ന യൂട്യൂബേഴ്സ് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് അങ്ങനെയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഹബീബിൻ്റെ നെറ്റ് വർത്ത് എന്ന് അവകാശപ്പെടുന്നത് ഈസിലി അറൗണ്ട് $50 to $100 million നടുക്കാണ്. ഇത് പ്രത്യക്ഷത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിൽ കാണുക. പക്ഷേ എല്ലാവർക്കും അറിയാം, എല്ലാ ബിസിനസ്സുകാർക്കും ഇത് എസ്റ്റിമേറ്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കും വളരെ വളരെ മേളിലായിരിക്കും ഹബീബിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ ഇൻസ്പയറിങ് ജേർണിയാണ്. അതായത് നമ്മൾ ഹബീബിൻ്റെ ആ പഴയ തറവാട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പണ്ട് താമസിച്ചിരുന്നത്, തറവാടെന്നൊന്നും പറയാനില്ല, പണ്ട് താമസിച്ചിരുന്ന ദാഗിസ്ഥാൻ്റെ മലനിരകളിൽ മുകളിലാണ് ഇവർ ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി, നമ്മൾ ഞെട്ടിപ്പോവും. ആ മലയിലിങ്ങനെ നമ്മൾ കൊടൈക്കനാലും മൂന്നാറോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ മലയുടെ ലിറ്ററലി സ്റ്റീപ്പ് മലയെന്ന് പറഞ്ഞാൽ എവറസ്റ്റ് കൊടുമുടി പോലെ കിടക്കുവാണ്. അതിൻ്റെ മേളിലാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു റൂറൽ സെറ്റപ്പിൽ നിന്ന് ഹബീബ് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ബിസിനസ് മാൻ ആവുന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് അതിശയം. ഇൻസ്പയറിങ് ജേണി, മോട്ടിവേറ്റിംഗ് ജേണി നമ്മളെല്ലാവർക്കും. ഓക്കെ, നമ്മളും MMA കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ പാർട്ടാണെങ്കിൽ കൂടി. ഓക്കെ, അപ്പം ഞാനിവിടെ നിർത്തുന്നു, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ പൊളിറ്റിക്കലി ഓൾസോ ഹബീബ് ബിക്കെയിം വെരി പോപ്പുലർ. അതായത് ഹബീബ് കോണറിൻ്റെ വിജയത്തിന് ശേഷം എല്ലാവർക്കും അറിയാം വ്ളാദിമിർ പുടിനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ ഫൈറ്റിന് ശേഷം, വിജയത്തിന് ശേഷം പുടിൻ ഒരുപാട് ഭൂമിയും മറ്റു കാര്യങ്ങളും ഹബീബിനും ഫാദറിനും കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെ ഹബീബ് ഇൻസ്റ്റൻ്റ്ലി ഭയങ്കര പോപ്പുലറായി. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക, കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുക. നമ്മൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ, വ്യത്യസ്തമായ വീഡിയോയിൽ